ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 21. രചന ഫൗസിയ നൗഷാദ്. അമ്മു ആദിഷിൻ്റെ സമീപം വന്നിരുന്നു. എന്താടി, എന്തേലും പറയാനുണ്ടോ? അവളുടെ തലമുടിയിൽ തലോടി അവൻ ചോദിച്ചു. ഏട്ടൻ വാക്ക് പാലിച്ചോ? വാക്കോ? എന്തു വാക്ക്? അതും മറന്നുമില്ലേ? നമ്മൾ എവിടെയാണ് ജനിച്ചതെങ്കിലും നമ്മുടെ അമ്മ ഉറങ്ങുന്ന മണ്ണില് അവിടേക്ക് പോവണ്ടേ ഏട്ടത്തി അമ്മേനെയും കൊണ്ട്? ഓ, അതിപ്പോ വേണോ? കുറച്ചുകൂടി കഴിയട്ടെ. പറ്റില്ല. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ഹണിമൂണിനും ട്രിപ്പിനും ഒന്നും പോയില്ലല്ലോ. ഇതെല്ലാം ആവും. പോണേട്ടാ, നാളെ തന്നെ ഏട്ടത്തി അമ്മ അവിടെ ഒക്കെ ഒന്ന് കാണിക്കണം. നോക്കട്ടെ, എനിക്ക് നാളെ ഒരു അത്യാവശ്യ മീറ്റിംഗിനുണ്ട്, പോവാം. അവൻ പാതി മനസ്സോടെ സമ്മതിച്ചു. ആ അമ്മോ, പിന്നെ നിനക്ക് ഞാൻ നല്ലൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കേട്ട് അവളൊന്ന് നടുങ്ങി. പയ്യനോ? എനിക്ക് കല്യാണം വേണ്ട ഏട്ടാ. അത് കൊള്ളാം. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തണോ? അതൊന്നും പറ്റില്ല. സമയമായി വരുന്നു. മാനസിയുടെ കല്യാണം, അത് കഴിഞ്ഞ് ആവണിയുടെ കല്യാണം, അതിൻ്റെ കൂടെ തേജസിൻ്റെ നടത്തണം, അത് കഴിഞ്ഞ് നിന്റേത്. ആദ്യ പ്ലാൻ വിവരിച്ചു. ഓ, സമയമുണ്ട്. ഏട്ടൻ കണ്ടൊന്നും വെക്കണ്ട, ടൈമുണ്ടല്ലോ, അപ്പം നോക്കാം. എന്താ, എൻ്റെ മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഏട്ടാ. ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? പറഞ്ഞാൽ മതി. ഞാനായിട്ട് കണ്ടുപിടിച്ച ഏട്ടൻ്റെ സ്വഭാവം മാറും. അവൾ പുഞ്ചിരിച്ചു. അവൻ അവളോടൊപ്പം താഴേക്ക് വന്നു. കൃഷ്ണ കോഫി കൊണ്ടുവന്ന് കൊടുത്തു. അന്ന് അവധി ദിവസമായതുകൊണ്ട് എല്ലാവരും അവിടുണ്ട്. ആരുഷി ചെന്ന് കൃഷ്ണയെ ചുറ്റിപ്പിടിച്ചു. ഏട്ടത്തിയമ്മേ, ഗുഡ് ന്യൂസ്. എന്താടി പെണ്ണെ? അവളുടെ കവളിൽ പിടിച്ച് കൃഷ്ണ ചോദിച്ചു. ഒരു ട്രിപ്പ്. ആദ്യേട്ടനും ഞാനും അമ്മയും ഒക്കെ ജീവിച്ച ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഏട്ടനൊപ്പം ഒരു യാത്ര. സ്ഥലമൊക്കെ കാണാമല്ലോ, നല്ല രസാണെന്നേ. ഇവിടെ പോലെയല്ല, ഒരു ഉൾഗ്രാമമാ. പാടവും തോടും പുഴയും ഓർത്തിട്ട് തന്നെ കൊതിയാവുന്നു. പക്ഷെ എനിക്ക് കോളേജുണ്ട്, അതുകൊണ്ട് ഞാനില്ല. നിങ്ങൾ രണ്ടാളും അടിച്ചു പൊളിച്ചു വാ. അത് കേട്ട് കൃഷ്ണയ്ക്ക് ഉഷാറായി. വാ, കൊള്ളാം. കേട്ടിട്ട് ഇപ്പോൾ തന്നെ പോകാൻ തോന്നുന്നു. ഹിറ്റ്ലറിന്റെ കൂടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആ റൊമാൻസ് ഒക്കെ പോവും മോളെ. അങ്ങേര് ഫുള്ള് സമയം കലിപ്പായിരിക്കും. ഏട്ടനെത്ര അൺറൊമാൻറ്റിക് മൂരാച്ചിയൊന്നും അല്ലെന്നേ. ഏട്ടത്തി ഒന്ന് മനസ്സ് വെച്ചാ ഏട്ടനെ ഒന്ന് റൊമാൻറ്റിക് ആവും. കേട്ടിട്ടില്ലേ സന്നാസിയുടെ തപസ്സിളക്കിയ അപ്സ്റ്റേഴ്സിനെ കുറിച്ച്? എടി കൃഷ്ണ അവളുടെ ചെവിയിൽ പിടിച്ചു. എന്താ രണ്ടും കൂടി ഒരു വശപിശക്? ആവണി ചോദിച്ചു. കുഞ്ഞേച്ചി, ഇവരുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതാ. ഉവ്വേ, അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാ ഈശ്വര ഇവിടെ നടക്കുന്നത്. നന്ദുവിനെ വരെ അടിച്ചിറക്കിയില്ലേ? ആവണി പറഞ്ഞു. ഏട്ടൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നല്ല കാര്യം തന്നെ. അതെന്നെ. മാനസിയും എത്തി. ആൻഡ് ഹിയർ ഈസ് എ ഗുഡ് ന്യൂസ് ഗൈസ്. ഞാൻ ഫൈനലി മാരീഡ് ആവാൻ തീരുമാനിച്ചു കേട്ടോ. കൊള്ളാം. എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. ഈ മാനസീച്ചിയുടെ കല്യാണം ഞങ്ങൾ കുറേ നാൾ കൊണ്ട് കാത്തിരിക്കുന്നതാ ഏട്ടത്തിയമ്മേ. ഏട്ടൻ്റെ കല്യാണത്തിന് മുന്നേ നടത്തണമെന്ന് വെച്ചതാ. ഏട്ടനേക്കാൾ മൂത്തതാ. പക്ഷെ വല്യേച്ചി സമ്മതിക്കണ്ടേ? ഇപ്പോഴേലും സമ്മതിച്ചല്ലോ. അല്ല, ആരാ ആള്? വരുൺ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. പുള്ളിയും ഡോക്ടറാണ്. അപ്പോൾ ലവ് മാരേജ് ആണോ? എൻ്റെ പൊന്നേട്ടത്തിയമ്മേ, എൻഗേജ്ഡ് ആണ് വല്യേച്ചി. ലവ് മാരേജ് അല്ല. അവിടെ വെച്ച് വരുണേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയി നേരിട്ടിങ്ങ് പോരുന്നു. എല്ലാം ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. ഇനി കല്യാണം കൂടെ. ആരുഷി പറഞ്ഞത് കൃഷ്ണയ്ക്ക് പുതിയ അറിവായിരുന്നു. മാനസി പുഞ്ചിരിച്ചു. അല്ല കൃഷ്ണ, സത്യത്തിൽ ഞാനൊരു ഫാമിലി ലൈഫിന് പ്രിപ്പയർ ആയിരുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ ആയി. നമുക്ക് കല്യാണം സെറ്റ് ആക്കണം. എല്ലാവരോടും പറഞ്ഞ് എത്രയും പെട്ടെന്ന് നടത്താം. ആവണി പറഞ്ഞു. ഈ അതിഥി, ആ ചേച്ചി ഞാൻ കല്യാണത്തിന് കണ്ടതാണല്ലോ. ഇവിടേക്ക് വരാറില്ലേ? കൃഷ്ണ തിരക്കി. അതൊന്നും പറയണ്ട. ഒരു തവണ അവരിവിടെ നിൽക്കാൻ വന്നപ്പോൾ ഈ അതിഥീച്ചിയുടെ ഭർത്താവ് മാനസി ചേച്ചിയോട് മോശമായി പെരുമാറി. അന്ന് ആദ്യമായിട്ടും പുള്ളിയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി. ആ ദേഷ്യത്തിലും സങ്കടത്തിലും അതിഥി ചേച്ചി ഇപ്പോൾ വരാറില്ല. ആവണി പറഞ്ഞത് കേട്ട് കൃഷ്ണയ്ക്ക് അത്ഭുതം തോന്നി. താൻ അറിയാത്ത എത്ര കഥകളാണ് ഈ വീട്ടിൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നന്ദുവിനെ ഇറക്കിവിട്ടതിനു ശേഷം ഗീതയും വല്യമ്മമാരും കൃഷ്ണയോട് ഒരുമാതിരിയാണ് പെരുമാറുന്നത്. പക്ഷേ അതൊന്നും കൃഷ്ണയ്ക്കൊരു പ്രശ്നമായിരുന്നില്ല. വല്യച്ഛന്മാരൊക്കെ നല്ല സ്നേഹമാണ്. മറ്റുള്ളവരും. കൃഷ്ണയെ ഒറ്റയ്ക്ക് കിട്ടിയതും ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു. ഗാതെ, മറ്റന്നാൾ നമ്മൾ പോകുന്നു. എവിടേക്ക്? അമ്മു പറഞ്ഞില്ലേ, പഴയ സ്ഥലത്തേക്ക്. ഒരു 2-3 ദിവസത്തെ യാത്ര. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വാക്ക് തരണം. ആദ്യം പറഞ്ഞത് കേട്ട് അവൾ അവനെ നോക്കി. അവിടെ നീ കാണാൻ പോകുന്ന കാഴ്ച നീ ഇവിടെ വന്ന് ആരോടും പറയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ വിശദീകരണവും നിനക്ക് എന്നിൽ നിന്ന് ലഭിക്കില്ല. അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ അവൾ പോലും അറിയാൻ പാടില്ലാത്ത ഒന്ന് അവിടെയുണ്ട്.
ആദി പറഞ്ഞത് കേട്ട് കൃഷ്ണ ശരിക്കും ഞെട്ടി. അവൾ മനമില്ലാ മനസ്സോടെ ആദി നീട്ടിയ കരങ്ങളിൽ കരം ചേർത്തു. വാക്ക് അപ്പൊ തയ്യാറായിക്കോ, മറ്റന്നാൾ നമ്മൾ പോകുന്നു. പിറ്റേന്ന് ആദി ഫ്രഷ് ആവുന്ന സമയം കൊണ്ട് കൃഷ്ണ യദുവിന്റെ അടുത്ത് വന്നു. അവൻ കമ്പനി പോവാൻ റെഡിയാവുകയാണ്. യദു, നീ എന്താ മെനഞ്ഞാന്ന് പാർട്ടിക്ക് വരാനത്? ഓ അതോ, എനിക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ മാരേജ് ഫംഗ്ഷൻ, അതിന് പോയി. എന്തു പറ്റി ഏട്ടത്തി? അല്ല യദു, അന്ന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി. എന്ത് പ്രശ്നം? അതൊക്കെ നിനക്കിന്ന് മനസ്സിലാവും. എന്തായാലും ആ സ്നേഹയ്ക്ക് നല്ല രീതിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് കേക്ക് എങ്കിലും വേണം. ഓക്കെ, എന്നാ ഏട്ടത്തി വാ. അത് വേണ്ട, നീ എന്നെ കോൾ ചെയ്ത് ഫോൺ പോക്കറ്റിൽ വെക്കണം, അപ്പോൾ ഞാൻ കേട്ടോളാം ഫയറിങ്. ഓക്കെ ഡീൽ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. യദു റെഡിയായി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പിരിഞ്ഞു. ആദ്യം അവളോട് യാത്രയൊന്നും ചോദിച്ചില്ല. അവൻ പതിവ് ഗൗരവത്തിൽ തന്നെയാണ്. ആ കുടുംബത്തിലെ എല്ലാവരോടും അവൻ അങ്ങനെ തന്നെയാണ്. അവർ ഇറങ്ങിയതും കൃഷ്ണ അല്പം പാക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചു. ട്രിപ്പിന് പോവാൻ ആവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുത്ത് ബാഗിൽ വെച്ചു. അത്യാവശ്യം വസ്ത്രങ്ങളും മരുന്നും ബാഗിലാക്കി. ഒരുവിധം പണിയൊക്കെ തീർന്ന് ഇരിക്കുമ്പോഴാണ് യദുവിന്റെ കോൾ. അവൾ ഓണാക്കി കാതോട് ചേർത്തു. ആദ്യ കമ്പനിയിലെത്തിയതും എല്ലാവരും വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ധൃതിയിൽ വിഷ് ചെയ്തവൻ ക്യാബിനിലേക്ക് കയറി. സ്നേഹ അല്പം ലേറ്റായാണ് ഓഫീസിലേക്ക് വന്നത്. അവൾ ആദിയുടെ ക്യാബിനിൽ കയറി. സ്നേഹ, വൈ ആർ യു ലേറ്റ്? സർ, അത് ട്രാഫിക് ബ്ലോക്ക്. തനിക്ക് മാത്രമേ ഉള്ളൂ അത്? ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും വന്നു. നേരത്തെ ഇറങ്ങണം. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ സർ. അവൾ പോവാൻ ഒരുങ്ങിയതും ആദിഷ് വിളിച്ചു. നിക്ക്. യദു ആദിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ ആദിക്ക് സൈൻ ചെയ്യേണ്ട ഫയൽ നോക്കുകയാണ്. അവൻ വേഗം കൃഷ്ണയെ വിളിച്ച് ഫോൺ പോക്കറ്റിൽ വെച്ചു. സ്നേഹ, കഴിഞ്ഞ പാർട്ടിക്ക് എന്താ സംഭവിച്ചത്? എന്താ സാർ? സ്നേഹ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഗാദിക്കാണ് ഡ്രിങ്ക്സ് കൊടുത്തത്. അതും സാധാ ഡ്രിങ്ക്സ് അല്ല, ആൽക്കഹോൾ മിക്സ് ചെയ്ത ഡ്രിങ്ക്സ്. സ്നേഹ ഒന്ന് പരിങ്ങി. എനിക്കറിയില്ല സർ, ഞാൻ കണ്ടിരുന്നു മാഡം കുറേ ഡ്രിങ്ക്സ് കുടിക്കുന്നത്. എപ്പോ? ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. അത് പിന്നെ ഇടയ്ക്കെന്നെ, സമയം ഓർമ്മയില്ല. അപ്പോൾ സ്നേഹ അല്ല അല്ലേ? അല്ല സാർ. അപ്പോൾ ആരാ ഗാദിയെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടത്? എനിക്കറിയില്ല സാർ. സ്നേഹ, ആദ്യ വാണിംഗ് എന്ന വണ്ണം വിളിച്ചു. സാർ, എനിക്കറിയില്ല. ഓഹോ, പിന്നെ ഇതൊക്കെ എന്താ? അവൻ ദേഷ്യത്തോടെ ലാപ്പിലെ ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് അവൾക്ക് നേരെ കാണിച്ചു. സ്നേഹ വിളരെ വെളുത്തു. സ്നേഹ കൃഷ്ണയെ ഡ്രിങ്ക് കുടിപ്പിക്കുന്നതും പിന്നീട് കൃഷ്ണയെ പിന്നിൽ നിന്ന് തള്ളിയിടുന്നതുമായ CCTV ദൃശ്യങ്ങൾ. എന്താ ഇത് സ്നേഹ? സാർ, ഞാൻ പിന്നെ സ്നേഹ, എനിക്കിതിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയാനിട്ടല്ല. സ്ത്രീകളോട് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. എന്നെക്കൊണ്ട് പറയിക്കരുത്. എന്തിനാണ് ഗാദയോട് ഇങ്ങനെ ചെയ്തത്? സർ, ഞാൻ മനഃപൂർവ്വം അല്ല. അത് ആ സമയത്ത് എന്തോ. പിന്നെ നിന്റെ ആരാടി ഇതൊക്കെ ചെയ്തത്? ആദിയുടെ ശബ്ദം പരുഷമായി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഗാദിക്ക് നേരെ എന്നല്ല, ഒരാളോടും ഇതൊന്നും ചെയ്യാൻ പാടില്ല. സ്നേഹ, ഇതൊരു വാണിംഗ് ആണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഉറപ്പായി നീ വലിയ ശിക്ഷ നേരിടേണ്ടി വരും. ഇനി ഞാൻ ആവർത്തിക്കില്ല സാർ. സോറി, റിയലി സോറി. ഒരു സോറി പറഞ്ഞാൽ തീരില്ല. നിനക്കൊരു പണിഷ്മെന്റ്. ഒന്നുകിൽ നീ ഗാദിയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ നിനക്കൊരു വീക്ക് സസ്പെൻഷൻ പ്ലസ് നിന്റെ ഈ മന്ത് സാലറി പകുതി കട്ട് ചെയ്യും. സർ, സ്നേഹ അറിയാതെ വിളിച്ചു പോയി. ഇതെല്ലാം കൂടുതലല്ലേ? നീ ഗാദിയോട് ചെയ്തതും കൂടുതലാണ്. സർ, ഞാൻ ക്ഷമ ചോദിക്കാം. സസ്പെൻഷൻ വേണ്ട. ഓക്കെ, ദെൻ ഗോ. അവൾ നിരാശയോടെ അവളുടെ ക്യാബിനിലേക്ക് പോയി. കൃഷ്ണ കോള് കട്ടാക്കി. അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. അവൾക്ക് വേണ്ടി ഹിറ്റ്ലർ ഇതൊക്കെ ചെയ്യുന്നത് അവളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. സ്നേഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് കൊടുക്കുന്ന കെയർ അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അതോടെ ആ സ്നേഹയുടെ അഹങ്കാരവും കുറഞ്ഞെന്ന് അവൾ കരുതി. ആദ്യം കണ്ണടച്ച് ചെയറിലേക്ക് ചാടിയിരുന്നു. അവൻ സ്വയം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഏട്ടാ, ഇനി പ്രോബ്ലം? ഏതു? നോ, നീ കണ്ടിന്യൂ ചെയ്തോ. അവൻ അതേ കിടപ്പ് തുടർന്നു. അവൻ്റെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായിരുന്നു. ആരോടും പ്രകടമാക്കുന്നില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ നല്ല വേദന അനുഭവപ്പെട്ടു. എന്തിനെന്നും പോലും അറിയാത്തവ. പറയാൻ ആളില്ലാഞ്ഞിട്ടല്ല. ഈ കാലം അത്രയും അവൻ തൻ്റെ വേദനകളും വിഷമങ്ങളും സന്തോഷങ്ങളും ഉള്ളിലൊതുക്കുകയാണ് പതിവ്. പുറമേ അവൻ അണിഞ്ഞ മുഖംമൂടി, ദേഷ്യം, അതുമാത്രം അടിഞ്ഞു വീഴാതെ അവൻ സൂക്ഷിച്ചു. പക്ഷേ ഗാഥ, അവളൊരു നല്ല പങ്കാളിയാണ്. മറ്റെന്തിനേക്കാളും അവളിപ്പോൾ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. ചില സമയം സ്നേഹിക്കാൻ തന്നെ തോന്നാറില്ല. അവളെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനം തെറ്റാണോ? അല്ല, അത്രമേൽ അവളെ വിശ്വസിക്കാമെന്ന് ഉറപ്പായത് കൊണ്ട് മാത്രം. അതുകൊണ്ട് മാത്രമാണ് അവളെ കൊണ്ടുപോകുന്നത്.
മറ്റാരും അറിയാത്ത ഒരു രഹസ്യത്തിലേക്ക്. അന്ന് വൈകിട്ട് ആദി കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഒപ്പം സ്നേഹയും ഉണ്ടായിരുന്നു. ആദിയോടൊപ്പം അവൾ അകത്തേക്ക് കയറി. ഗീതയ്ക്കും വല്യമ്മമാർക്കും അവളോട് വലിയ കാര്യമാണ്. സ്നേഹ വലിയ വീട്ടിലെ പെൺകുട്ടിയായതുകൊണ്ടും അവളുടെ ഏകദേശ സ്വഭാവം തന്നെ ആയതുകൊണ്ടുമാണ്. ആഹാ, സ്നേഹമോളോ, എന്താ പതിവില്ലാതെ ഈ സമയത്ത്? ഗീത തിരക്കി. ഒന്നുമില്ല ആൻറ്റി, എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം, അതാണ്. സുഖമല്ലേ സ്നേഹമോളെ? അമൃത വല്യമ്മ. സുഖാണ് ആൻറ്റി. ആൻറ്റിക്കോ? ഈ വയസ്സുകാലത്ത് നമുക്ക് എന്താ മോളെ സുഖം. അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നാലെ വരുന്ന ആദിയെ കണ്ടതും അവർ നിശബ്ദരായി. താഴത്തെ സംസാരം കേട്ട് കൃഷ്ണ അവിടേക്ക് വന്നു. കൃഷ്ണയെ കണ്ട് സ്നേഹ പ്രയാസപ്പെട്ട് ചിരിക്കാൻ ശ്രമിച്ചു. കൃഷ്ണ ചിരിയടക്കാൻ പാടുപെട്ടു. ലൈവായി അവരുടെ സംസാരം കേട്ടത് കൊണ്ട് തന്നെ ക്ഷമ പറയാനാണ് സ്നേഹ വന്നതെന്ന് അവൾ ഊഹിച്ചു. ഹായ് കൃഷ്ണ. ഹലോ. സ്നേഹയ്ക്ക് അവളുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ആദി ഉള്ളത് കൊണ്ട് അവൾ പിടിച്ചു നിന്നു. എന്താ സ്നേഹ പതിവില്ലാതെ ഈ സമയത്ത്? അത് കൃഷ്ണ, ഐ എം സോറി, റിയലി സോറി, സ്നേഹ പറഞ്ഞു. എന്തിന്? കൃഷ്ണ അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. കൃഷ്ണയ്ക്ക് ഡ്രിങ്ക്സ് കൊണ്ട് തന്നതിന്. അതിനെന്തിനാ സോറി? അത് ഞാനതിൽ ആൽക്കഹോൾ ചേർത്തിരുന്നു. ഓ നൈസ്. അപ്പോൾ അതാണല്ലേ എൻ്റെ ബോധം പോയത്. ഓക്കെ, കഴിഞ്ഞോ? ഉച്ചത്തിൽ കൃഷ്ണ ചോദിച്ചു. സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടതിനും സോറി. അപ്പോൾ അതും സ്നേഹയാണല്ലേ? കൊള്ളാം. പക്ഷേ എനിക്കറിയേണ്ടത് എന്തിനാണ് സ്നേഹ ഇതൊക്കെ ചെയ്തത് എന്നാണ്. കൃഷ്ണ ചോദിച്ചു. ആദ്യം വല്യമ്മമാരും കേട്ടു നിൽക്കുന്നുണ്ട്. സ്നേഹയ്ക്ക് ശരിക്കും കുടുങ്ങിയെന്ന് മനസ്സിലായി. പറയ് സ്നേഹ, അല്ലാതെ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. സ്നേഹ കള്ളം മെനയാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. പെട്ടെന്നൊന്നും അവളുടെ തലയിലേക്ക് വന്നില്ല. നിനക്ക് എന്നോട് അസൂയാണ് അല്ലേ സ്നേഹ? സ്നേഹയുടെ മുഖം അപമാനം കൊണ്ട് കുനിഞ്ഞു. എന്തിന്? ആ ചോദ്യം ആദിശിൽ നിന്നായിരുന്നു. കാരണം സ്നേഹ പറയും. സ്നേഹ മിണ്ടിയില്ല. ശരി, സ്നേഹയ്ക്ക് വൈകി ഞാൻ പറയാം. ഈ നിൽക്കുന്ന വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമ ആദിഷ് വർമ്മയോട് സ്നേഹ എന്ന PAക്ക് കടുത്ത പ്രണയം. വാട്ട്? ആദി സംശയത്തോടെ കൃഷ്ണയെ നോക്കി. യെസ് ഏട്ടാ, അതാണ് സത്യം. എന്നെ കെട്ടുന്നതിന് മുന്നേ തുടങ്ങിയ പ്രണയം. പക്ഷേ ആദിഷിന്റെ ദേഷ്യത്തിനു മുന്നിൽ അത് പറയാൻ അവൾ തയ്യാറായിരുന്നില്ല. എല്ലാം പറയാൻ വന്നപ്പോഴേക്കും കല്യാണമായി. അതുകൊണ്ടിപ്പോ ആദിഷിനെ സ്വപ്നം കണ്ട് അവൾ നടക്കുന്നു. കൃഷ്ണ പുച്ഛത്തോടെ പറഞ്ഞു. ഇതൊക്കെ സത്യമാണോ സ്നേഹ? സ്നേഹ തലകുലുക്കി. ഗെറ്റ് ലോസ്റ്റ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോയി. കൃഷ്ണ സ്നേഹയുടെ സമീപം വന്നു. കേട്ടില്ലേ മിസ് സ്നേഹ, ആദിഷിന് നിന്നെ വേണ്ട. ഗെറ്റ് ലോസ്റ്റ്. പുച്ഛത്തോടെ അത് പറഞ്ഞ് കൃഷ്ണയെ മുറിയിലേക്ക് പോയതും മുഖത്ത് അടിയേറ്റതുപോലെ അവൾ നിന്നു. ഈ സമയം മുതലാക്കി ഗീതയും അമൃതയും സരസ്വതിയും സ്നേഹയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. സ്നേഹ, ശരിക്കും നിനക്ക് ആദിയോട് ഇഷ്ടമുണ്ടോ? യെസ് ആൻറ്റി, ഐ ലൈക്ക് ഹിം. എങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളുണ്ട്. അവർ ഒരുമിച്ച് പറഞ്ഞതും സ്നേഹ ഞെട്ടലോടെ അവരെ നോക്കി. ആദി നിനക്ക് വേണമെങ്കിൽ ആ മൂദേവി ഇവിടെ നിന്നല്ല, ആദിയുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അടിച്ചിറക്കാനും ഞങ്ങൾ തയ്യാറാ. മോള് മരുമോളായി വരുന്നതാ എന്റെ സന്തോഷം. ഞങ്ങൾക്കതാ ഇഷ്ടം. അവൾ ആദിക്ക് ചേരില്ല. കണ്ടില്ലേ അവളുടെ അഹങ്കാരം. മോളുടെ ഒപ്പം ഞങ്ങളുണ്ട്. എന്തിനും അവളെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാം. അവർ മൂവരും അത് പറഞ്ഞതും സ്നേഹയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവർ കൈ കൊടുത്തു. അല്പം നേരം അവിടെ നിന്നിട്ട് സ്നേഹ തിരികെ പോയി. ആദ്യ മുറിയിലെത്തിയതും വലിയ 2 ബാഗുകൾ കണ്ട് അന്തം വിട്ടു. പിന്നാലെ വരുന്ന കൃഷ്ണയെ അവൻ കൂർപ്പിച്ചൊന്ന് നോക്കി. എന്താടി ഇത്? ഇത്ര സാധനങ്ങളോ? ഇതിന് മാത്രം എന്തോന്ന് ഈ ബാഗില്? അതില്ലേ ഏട്ടാ, ഒരു വഴിക്ക് പോവല്ലേ, അപ്പൊ അത്യാവശ്യം കുറച്ച് ഡ്രസ്സ്. കുറച്ചേ ഉള്ളൂന്നേ. അത് കണ്ടാലും പറയും. 2-3 ദിവസത്തേക്കാണ് പോകുന്നത്, അല്ലാണ്ട് ഒരു വർഷം ഫുള്ള് നിൽക്കാൻ പോവല്ല. ഏട്ടൻ്റെ ഡ്രസ്സ് എടുത്താ ഞാൻ വെക്കാം. വേണ്ട, എൻ്റേത് ഞാൻ തന്നെ ചെയ്തോളാം. ആദ്യം ഫ്രഷായി വന്ന് അവന്റെ ഷെൽഫ് തുറന്ന് വളരെ അത്യാവശ്യമുള്ള കുറച്ച് ഷർട്ടും ടീഷർട്ടും പാൻറ്റും ഒക്കെ ബാഗിലാക്കി. കൃഷ്ണ അവനെ സഹായിച്ചു. അവൻ എതിർത്തില്ല. കൃഷ്ണ യാത്ര പോകുന്നതിന്റെ ഉത്സാഹത്തിലാണ്. ആദിയോടൊപ്പം ആദ്യമായിട്ടാണ് ഒരു ദൂരയാത്ര. അതും പാടും തോടും ഒക്കെയുള്ള നാട്ടിലേക്കല്ലേ. അതുകൊണ്ട് ഒരുപാട് സന്തോഷവും. ഒരു യാത്ര അവളും വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. ട്രിപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവർ കിടന്നു. കൃഷ്ണ പെട്ടെന്നുറങ്ങി. പക്ഷെ ആദിക്ക് ഉറക്കം വന്നില്ല. അവൻ എഴുന്നേറ്റ് ലാപ്പുമായി ബാൽക്കണിയിൽ പോയിരുന്നു. രാവിലെ തന്നെ കൃഷ്ണ പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ആദി ബാൽക്കണിയിലെ ചാരുകസേരയിൽ മയങ്ങുകയാണ്. പതിവ് പോലെ മടിയിൽ ലാപ്ടോപ്പുമുണ്ട്. അവൾ അവനെ ശല്യപ്പെടുത്തിയില്ല. സമയം 5 മണിയായിട്ടേ ഉള്ളൂ. കൃഷ്ണ കുളിച്ച് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചുരിദാർ ധരിച്ചു. കൺമഷിയിട്ട് പൊട്ടുതൊട്ട് നെറുകയിൽ സിന്ദൂരവും ചാർത്തി പൂജാമുറിയിലേക്ക് വന്നു. കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. കണ്ണ, ആദ്യമായിട്ടാണ് ഏട്ടനുമായൊരു ദൂരയാത്ര.
എല്ലാം നല്ലതിനാക്കണേ, വഴിയിൽ തടസ്സമൊന്നും ഉണ്ടാവല്ലേ. ഏട്ടൻ എന്നോട് സ്നേഹം തോന്നണേ പ്ലീസ് കണ്ണാ. ഞാൻ എത്രമാത്രം ആദിയേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. എനിക്ക് ആ സ്നേഹം തിരികെ വേണം. ആദ്യവും അവസാനവുമായി എൻ്റെ ജീവിതത്തിൽ ഒരാളെ ഉണ്ടാവും, അതെൻ്റെ ജീവിത പങ്കാളിയായിട്ട്. അതെൻ്റെ ഭർത്താവ് ആദിഷ് വർമ്മയായിരിക്കും. ആദിഷിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം അച്ഛന് വേണ്ടിയുള്ള പതിവ് പ്രാർത്ഥനയും മുടക്കിയില്ല. പ്രാർത്ഥന കഴിഞ്ഞ് കോഫി തയ്യാറാക്കി മുകളിലേക്ക് വന്നു. ആദിഷിനെ വിളിച്ചു. വൈകി ഉറങ്ങിയത് കൊണ്ടാവും അല്പസമയമെടുത്തു അവൻ ഉണരാൻ. കണ്ണു ചിമ്മി നോക്കിയത് മുന്നിൽ കൃഷ്ണ. അവൻ അവളെ ഇമച്ചിമ്മാതെ നോക്കി. ഇളം പച്ച ചുരിദാർ, അരയോളം കവിഞ്ഞു കിടക്കുന്ന മുടി ഭംഗിയിൽ മെടഞ്ഞിട്ട് പൊട്ടും തൊട്ട് കോഫിയുമായി നിൽക്കുന്ന അവളെ കണ്ടതും അവന് തൻ്റെ കണ്ണുകൾ പിൻവലിക്കാൻ തോന്നിയില്ല. നിഷ്കളങ്കമായ അവളുടെ നോട്ടവും രൂപവും എല്ലാം അവൻ തൻ്റെ അമ്മയെ ഓർത്തു. എന്നു രാവിലെ കുളിച്ച് ഐശ്വര്യമായി അച്ഛന് ചായ കൊണ്ട് കൊടുക്കുന്ന അമ്മ. പഠിപ്പുണ്ടായിരുന്നു, എന്നിട്ടും ജോലിക്ക് പോവാതെ കുടുംബജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി. ഇപ്പോൾ അമ്മയാണ് കൃഷ്ണ ഓർമ്മിപ്പിക്കുന്നത്. അവൻ്റെ ഉള്ളിലൊരു നോവ് അനുഭവപ്പെട്ടു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നത്? കൃഷ്ണ പുഞ്ചിരിയോടെ ചോദിച്ചു. ഏയ്, നീ എന്താ ഈ വേഷത്തിൽ? നമുക്ക് പോവണ്ടേ? ഇപ്പോഴോ? നേരം വെളുക്കട്ടെടി. ഞാനൊരു ആവേശത്തിൽ അങ്ങ് റെഡിയായതാ. സാരമില്ല, ഏട്ടൻ അകത്ത് വന്ന് കിടക്ക്. നല്ല തണുത്ത കാറ്റുണ്ട്, പനി പിടിക്കും, മഞ്ഞ് കൊള്ളണ്ട. അവൻ അവളുടെ ഒപ്പം മുറിയിലേക്ക് വന്നു. സോഫയിൽ കിടക്കുന്നതിന് പകരം ബെഡിൽ കിടന്നു. ഏട്ടാ, എന്തിനാ ഇന്നലെ ബാൽക്കണിയിൽ പോയിരുന്നത് രാത്രി? ശരിക്കും ഞാനല്ലേ കാരണക്കാരി? ഞാൻ കാരണം ഇപ്പോൾ റൂമിൽ പോലും കിടക്കാൻ സ്വാതന്ത്ര്യത്തോടെ കിടക്കാൻ പറ്റണില്ലല്ലോ. തുടരും. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.